ഇത് നമ്മുടെ സ്വന്തം പട്ടാളം വൈഫിന് കേക്ക് മുറിക്കലാണ്. കാരണം കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച ആകുന്നേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ നമ്മളോടൊപ്പം ട്രിപ്പ് വന്ന പട്ടാളം വൈഫിൻ്റെയും കേക്ക് മുറിക്കൽ സെലിബ്രേഷൻ. അപ്പോൾ ചെറിയൊരു സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ പൈതൽ മലേൻ്റെ മുകളിലാണുള്ളത്. ഹായ് ഗൈസ്, മിസ്റ്റർ സ്കൂട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പൈതൽ മലയിലാണ്. പക്ഷേ നമ്മൾ പൈതൽ മല മാത്രം എക്സ്പ്ലോർ ചെയ്യാൻ വന്നതല്ല. ഈ ഒരു വീഡിയോ 2 ദിവസത്തെ വീഡിയോ ആണ്. അതായത് 2 എപ്പിസോഡായിട്ടായിരിക്കും നിങ്ങൾ കാണുക. നമ്മൾ ബുള്ളറ്റ് റൈഡേഴ്സ് ക്ലബിൻ്റെ ഫസ്റ്റ് മീറ്റപ്പാണ്. അതായത് BRC എന്ന് പറഞ്ഞിട്ടൊരു ബുള്ളറ്റ് റൈഡേഴ്സ് ക്ലബ്ബ് ഉണ്ട്. ലോക്ക്ഡൗണിൻ്റെ ആ ഒരു സമയത്താണ് തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴാണ് എല്ലാവരും ഒരുമിച്ച് കൂടുന്നതും കാണുന്നതും ഒക്കെ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ട് ഈ കൊറോണയൊക്കെ അതിജീവിച്ച് ഫുള്ള് സെക്യൂർഡായിട്ട് നമ്മളിന്ന് മീറ്റപ്പിന് വന്നിട്ടുള്ളത്. ഇന്ന് രാത്രി നൈറ്റ് റിസോർട്ടിലാണ് സ്റ്റേ. കുറച്ചാൾക്ക് ടെൻ്റ് ഉണ്ട്, കുറച്ചാൾക്ക് അങ്ങനെ ഹോം സ്റ്റേ പോലെയുള്ള സെറ്റപ്പെല്ലായിട്ട് അതാണ് പരിപാടി. 2 ദിവസത്തെ വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, അടുത്ത എപ്പിസോഡും കാണുക. ഇപ്പോൾ നമ്മളുള്ളത് ഇതാ പൈതൽ മല. പൈതൽ മല കയറുന്ന സമയത്ത് ഒരു രക്ഷയില്ലാത്ത അട്ടി ഉണ്ടായിരുന്നു. കുറേ ആളെ കാലിൽ കയറി, എൻ്റെ കാലിൽ കയറി. ഞാൻ സാനിറ്റൈസർ ഉപയോഗിച്ച് അതൊക്കെ കളഞ്ഞ്. അപ്പോൾ പൈതൽ മലയിൽ ചെറിയ കുറച്ച് ഷോട്ടേ ഉണ്ടാവും. ബാക്കി നമുക്ക് റിസോർട്ടിലും ചില്ലറ സംഭവങ്ങൾ കാണിച്ചിട്ട് ഈ ഒരു എപ്പിസോഡ് അടിപൊളിയാക്കാം. എല്ലാവരും മുഴുവനായിട്ട് കാണുക. ഓക്കെ, രാവിലെ 7 മണിക്ക് ഒടുവള്ളിത്തട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത റൈഡാണിത്. ഇത് പൈതൽ മലയിൽ എല്ലാവരും വരുന്നുണ്ട്. കാണുന്നുണ്ടോ അറിയില്ല, ഇതാ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുള്ളൊരു വ്യൂ കാണിക്കാം കേട്ടോ. ഇപ്പോൾ പൈതൽ മലയിൽ വന്നിട്ട് ഏകദേശം 1.5 മണിക്കൂറായി. നമ്മളിപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങലാണ്. ഇനി നേരെ റിസോർട്ടിലെത്തിയിട്ട് ഫുഡ് അടി ഒക്കെ പരിപാടിയാണ്. അപ്പോൾ റിസോർട്ടിലെത്തിയിട്ട് കാണാം. നമ്മുടെ ആ മലേൻ്റെ മണ്ടക്കുന്ന വെയിലത്തുനിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ കാടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു ഫീലുണ്ട്.
അതിന് മുകളിൽ കയറി തിരിച്ച് വരുന്ന ആൾക്ക് മാത്രമേ മനസ്സിലാവും ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു ഫീൽ. നമ്മൾ തിരിച്ചതാ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ ബൈക്ക് ഇവിടെ വെച്ചിട്ട് കുറേ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നു. എല്ലാവരും തളർന്നിട്ട് അവിടെ കിടക്കുന്നുണ്ട്. പൈതലിന് പോയി നടന്ന് ക്ഷീണിച്ചിട്ട് എല്ലാവരും അതിനകത്ത് കിടക്കുന്നുണ്ട്. നമുക്ക് മുകളിൽ ടെൻറ്റ് സ്റ്റേ ഉണ്ട്, അവിടെയും കൂടി ഒന്ന് പോയിട്ട് കാണാം. നമ്മളിന്ന് നൈറ്റ് ടെൻറ്റ് അടിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. നമ്മളിപ്പോൾ നമ്മുടെ ബാഗേജും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ക്വാർട്ടേഴ്സ് താഴെ, ക്വാർട്ടേഴ്സല്ല ഒരു ഹോം സ്റ്റേ. ഓക്കെ, ഇതൊരു ചെറിയ പ്രോപ്പർട്ടി. ഈ ഹോം സ്റ്റേയിലുള്ള സംഭവമാണ്. മുകളിൽ ടെൻറ്റൊക്കെ അടിച്ചിട്ട് ഇല്ല സെറ്റപ്പ് എല്ലാം ഉണ്ട്. നമുക്ക് അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങോട്ട് പോകുന്ന റോഡാണ് ഇപ്പം കണ്ടത്. റോഡില്ല, കട്ട് ഓഫ് റോഡാണ്. ഓക്കെ, നമ്മൾ താഴേന്ന് നൈറ്റ് സ്റ്റേ ചെയ്യുന്ന ടെൻറ്റൊക്കെ വെച്ച സ്ഥലത്തെത്തി. നിങ്ങളൊരു വ്യൂ കണ്ടേ, പൊളിച്ചില്ലേ? ആ മുകളിൽ കാണുന്നതാണ് പൈതൽ മലേൻ്റെ ഒരു സൈഡ് മൊത്തം കാണാം. രാത്രി നല്ല കോടയായിരിക്കും. ഇപ്പം നമ്മൾ ഏകദേശം വൈകുന്നേരം വന്നിട്ടുള്ളത്. രാത്രി നല്ല വൈബായിരിക്കും. കാരണം പൈതൽ മല ഒരു വലിയൊരു ചുറ്റും മലയാണ്. ഈ മലേൻ്റെ സെൻട്രലായിട്ട് ചിന്തിക്കുമ്പോൾ നല്ലൊരു ഫീല്. വേറൊരു ശബ്ദം ഒന്നുമില്ല. ഇവിടെ ഫുള്ള് ഇതാ ജനറേറ്റർ ഉണ്ട്, ബൾബുണ്ട്, മൊത്തം ഓലവേര്. ഈ ഒരു സംഭവം നല്ല സെറ്റപ്പ് ആക്കി, നല്ല വൈബാക്കിയിട്ടുള്ള ഒരു ബാമ്പുവിൻ്റെ ഒരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. 1 2 3 4 5 6 7 8 ടെൻ്റ് ഉണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഈ ടെൻറ്റിൻ്റെ അകം കാഴ്ചകളൊന്നും കാണാം. ഒരു ടെൻറ്റ് ജസ്റ്റ് ഒന്ന് തുറക്കാം. 2 പേർക്കുള്ള ടെൻ്റാണ്. ആ, 2 ഒക്കെ എടുക്കാം അല്ലേ? ഇപ്പോൾ ഇത് 8 ടെൻറ്റ് ഫുള്ള് സെറ്റ് ആക്കി വെച്ചേക്കാണ് അവര്. ഒന്നും പറയാനില്ല, പൊളിയായിട്ട് അറേഞ്ച്. രാത്രി നല്ല സെറ്റ്, അടിപൊളി. ഇത് 3 പേർക്ക് കിടക്കാം. മറ്റേ 4 പേർക്ക്, ഇത് സിംഗിള്. അത് 4 പേർക്ക് കിടക്കാം അല്ലേ? അതെല്ലാം 4 പേർക്ക് കിടക്കാം. ഇത് 3 പേർക്ക്. ഇത് ഒരാൾക്കല്ലേ? ഇത് സിംഗിളാണ്. അപ്പോൾ ഏതായാലും അടിപൊളി. ഇനി ബാക്കി കാഴ്ചകൾ രാത്രി കാണാം. രാത്രി ഇവിടെ ലൈറ്റും കാര്യം സെറ്റപ്പെല്ലാം ആക്കിയിട്ട്. അപ്പോൾ BRC നമ്മുടെ ബുള്ളറ്റ് റൈഡേഴ്സ് ക്ലബ്ബിൽ തന്നെ 3-4 യൂട്യൂബേഴ്സ് ഉണ്ട്. എൻ്റെ കൂടാതെ തന്നെ ഫുഡ് ആൻഡ് എക്സ്പ്ലോറർ, നമ്മുടെ കിഷോറുണ്ട്, അങ്ങനെ വൈശാഖ് ബ്രോ ഉണ്ട്. ഇവർക്കെല്ലാം യൂട്യൂബ് ചാനലുണ്ട്. നമ്മളിപ്പോൾ എല്ലാവരും താഴെ സ്റ്റേ ചെയ്യാണ്. പൈതൽമല കയറിയ ക്ഷീണത്തിൽ എല്ലാവരും താഴെ സ്റ്റേ ചെയ്യാണ്. പിന്നെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആൾക്കാർ കുറഞ്ഞ സമയത്ത് ഇവിടെ വന്ന് മൊത്തം കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. ഓക്കെ, ഇനിയുള്ള ബാക്കി കാഴ്ചകൾ, ഈ ഒരു കാഴ്ചയും മഞ്ഞും ഒക്കെ ഇനിയുള്ള കാഴ്ചകൾ നമുക്ക് രാത്രി കാണാം. ബാക്കി അപ്പോൾ ഒരാൾക്ക് ഏകദേശം 1000 രൂപയിൽ താഴെ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു നൈറ്റ്, അതായത് ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ 1000 രൂപയിൽ വളരെ കുറവ് പൈസ മാത്രമേ ഉള്ളൂ. ഇവിടെ ടെൻറ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ക്യാമറയിൽ കാണുന്ന പോലെ ഒന്നല്ല, ഇവിടുന്ന് നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു വൈബ്, ഈ കാറ്റ് മൊത്തം ആസ്വദിക്കാൻ എന്താ ഒരു ഫീൽ എന്നറിയോ? അത് ഇവിടെ വന്നിട്ട് തന്നെ അറിയണം. അപ്പോൾ നമ്മൾ കുടിയാമല വഴി വന്ന ആ ഒരു റോഡാണിത്. നേരെ ഇങ്ങോട്ട് പോകുന്നത് നമ്മുടെ ഹോം സ്റ്റേ. ബാഗും കാര്യങ്ങളും വെച്ച് എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നൈറ്റ് ടെൻ്റ് അടിക്കാൻ പോകുന്ന ഇപ്പോൾ നമ്മൾ വന്ന വഴിയാണിത്. ചെറിയൊരു ഓഫ് റോഡ്, പക്ഷേ അവിടുത്തെ കാഴ്ചകൾ ഒരു രക്ഷയില്ല, മാരക കാഴ്ചയാണ്. നമ്മുടെ ഫുഡൊക്കെ അടിച്ചിട്ട് എല്ലാവരും
വാട്ടർഫോളിൽ വന്നിട്ടില്ല. ഈ പ്രോപ്പർട്ടി തന്നെയുള്ള ഒരു വാട്ടർഫോളാണിത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിശ്രമമെല്ലാം കഴിഞ്ഞ് നമുക്ക് രാത്രി കാണാം. ഓക്കെ, ഇപ്പോൾ സമയം ഏകദേശം 9:30 കഴിഞ്ഞു. നമ്മുടെ ടെൻറ്റ് സ്റ്റേയുടെ നൈറ്റ് വിഷ്വൽസ് കുറച്ച് കാണിച്ചു തരാം, എന്നിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഇതേ ഇവിടെയൊക്കെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്. നേരത്തെ കണ്ടല്ലോ, ഇത് രാത്രികാല കാഴ്ചയാണ്. അവിടെ ഒരു ലൈറ്റ്, ഇവിടെ ഒരു ലൈറ്റ്, താഴെ തീയൊക്കെ കത്തിച്ചിട്ട് ക്യാമ്പ് ഫയർ ഉണ്ട്. ഇവിടെ ബാമ്പിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. ഇവിടെ ബോക്സിൽ മൊത്തം സെറ്റാണ്. കുറേ ആൾക്കാർ പാട്ടൊക്കെ പാടി പാട്ട് ഇതിൻ്റെ അകത്തിട്ട കോപ്പി റൈറ്റ് വരും. അതുകൊണ്ട് പാട്ട് അങ്ങനെ ഇട്ടില്ല. നല്ല സെറ്റല്ലേ. നമുക്കിവിടെ യാപ്പ് വരാൻ പാടില്ല. അപ്പം ഓക്കെ, അപ്പം നമ്മുടെ ഈ മ്യൂസിക്കിന്റെ സൗണ്ട് ഒന്ന് മാക്സിമം നമുക്ക് ഈ പരിസരത്തുള്ളവർക്ക് കേൾക്കാൻ പറ്റുന്ന പോലെ വെച്ചാൽ മതി. കാരണം നൈറ്റ് പെട്രോളിംഗ് ഉള്ളതാണ്. ആതിര പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഇവിടെ ഗ്രില്ലാക്കാനുള്ള സെറ്റപ്പ് എല്ലാം ചെയ്യുന്നുണ്ട്. നൈറ്റ് ഫുള്ള്. ആതിര ഇച്ചിരി ഒച്ച വെച്ചോടാ, കുറച്ച്. ആതിര പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഇരിക്കാവോ അവിടെ? വേറൊന്നും അല്ല, കുറച്ച് മാറി ഇരുന്നാ മതി, കുറച്ച് ലോങ്. റൗണ്ടിലൊന്ന് സെറ്റ് ചെയ്യുമോ കസേര? കാരണം നമുക്ക് ചൂട് നോക്കിയിട്ട് സെറ്റ് ചെയ്താൽ മതിയേ. അപ്പൊ നമ്മുടെ ഗ്രില്ല് ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് കത്തിയിരിക്കുകയാണ്. നമുക്ക് വേറെ സീനൊന്നുമില്ല. അപ്പോൾ ഇനി ഇതാ ഇവിടെ പാട്ടുപാടൽ, താഴെ ക്യാമ്പ് ഫയർ, ഇവിടെ ഗ്രിൽ ചിക്കൻ. അതുപോലെ നമ്മളിപ്പോ ടെന്റിനല്ലതാ ഇവിടെ ഉറങ്ങുന്നേ. ഫസ്റ്റ് ടൈമാണ് ടെന്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ബാക്കി എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ടെന്റ് ഉണ്ട്. ഇരുട്ടായിട്ട് കാണാൻ പറ്റുമോ എന്നറിയില്ല. ബാക്കി താഴെ എല്ലാവരും ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞ് താഴെ ഇതിനകത്ത് കാണാൻ പറ്റൂല. താഴെ ഡാൻസും പാട്ടും ഒക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ മുതൽ നല്ല കിടിലൻ സൂര്യോദയവും ഇതിന്റെ നേരെ മുകളിൽ പൈതൽമല കാണാം. ഇതൊക്കെ കണ്ടിട്ട് രാവിലത്തെ വീഡിയോ, അതായത് അടുത്ത വീഡിയോ എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ.